അങ്ങനെ ഒരാഴ്ച നീണ്ടു നിന്ന സംഭവബഹുലമായ ഇലക്ഷൻ സർവേ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് 2 ടീം ക്യാപ്റ്റന്മാർ. ഞാൻ പത്തനംതിട്ടയുടെ ടീം ക്യാപ്റ്റൻ ആയിരുന്നു. ഇടുക്കി, പത്തനംതിട്ട, അതിനൊപ്പം തന്നെ അവിചാരിതമായിട്ട് ഒരു ജില്ല കൂടി നമ്മുടെ എറണാകുളം കൂടി എടുക്കേണ്ടി വന്നു. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ടീം ക്യാപ്റ്റനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാലേ ഈ പ്രതികൂല കാലാവസ്ഥയാണ്, ഭയങ്കര ചൂടാണ്, പ്രശ്നമാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഞാനത് വല്ലാതെ എൻജോയ് ചെയ്തു തന്നെ പറയാം. കാരണം വെച്ചാൽ നമ്മൾ ആളുകളുമായി നേരെ ഇടപഴകുക എന്നുള്ളത് നമ്മൾ ദിവസം ഒരു 2-3 മണ്ഡലം, ചിലപ്പോൾ 4 മണ്ഡലം വരെ സമയക്രമമനുസരിച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയും ആളുകൾ നമ്മൾ ഇടപഴകുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവർ വോട്ട് ചെയ്യുന്ന ആർക്കും നമ്മൾ നോക്കാറില്ല, ഒരിക്കലും അവരെ ബോക്സിലിടേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മറ്റവർ പല നമ്മുടെ പ്രേക്ഷകരാണെന്നുള്ള പ്രധാന മലയാളിക്ക് ഇത്രമാത്രം നമ്മുടെ നാട്ടിൽ അംഗീകാരമുണ്ട് എന്നുള്ളതും കൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എല്ലാവരും വളരെ ആരും നമ്മൾ ആട്ടി ഓടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുകയും നമ്മുടെ വാർത്തകളെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതൊരു 2 ജില്ലകളിലും കൊല്ലത്ത് കടുത്ത ചൂടായിരുന്നു. എന്നാൽ പോലും നമ്മളത് ശരിക്കും അതൊരു നല്ല ജീവിതത്തിലൊരു മറക്കാനും പറ്റാത്തൊരു അനുഭവമായി മാറി. ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ ചൂട് ഏറ്റവും കൂടുതലുള്ള ജില്ല ജില്ലയല്ല, മണ്ഡലം പുനലൂരാണ്. പുനലൂരിലാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങളൊരു നട്ടുച്ചയ്ക്കാണ് പുനലൂരിൽ ചെന്നത്. പക്ഷെ എന്തോ അന്ന് അല്പം ഒരു മൂടിക്കെട്ടി അന്തരീക്ഷം ആയിരുന്നു, മഴ പെയ്തില്ല. എന്നാലും ചൂട് താരതമ്യേന കുറവായിരുന്നു. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടി. നിങ്ങളൊക്കെ നേരത്തെ പോയിട്ടുള്ള ലോക്സഭയ്ക്ക് പോയിട്ടുണ്ട്, നിയമസഭയ്ക്ക് പോയിട്ടില്ല. നിയമസഭയിലേക്ക് എൻ്റെ കൂടെ 3 കോളേജ് പിള്ളേർ, അതിലൊന്ന് എൻ്റെ മകനായിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ 2 കൂട്ടുകാരും, പിന്നെ നമ്മുടെ ഇവിടുന്ന് ജസ്റ്റിനും, ഞങ്ങൾ ഇത് 5 പേരായിരുന്നു പോയത്. അപ്പം നമുക്ക് ഏറ്റവും അമ്പരപ്പുണ്ടാക്കി. നമ്മൾ ഈ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ജനങ്ങളുടെ ഒരു പ്രതികരണം കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഈ ചാനലുകളിൽ വരുന്ന സർവേകളുണ്ട്, ഒറ്റയൊരെണ്ണം ഫീൽഡിൽ പോയി തയ്യാറാക്കുന്ന സർവേ അല്ല. ഞാൻ പല സ്ഥലത്തും ചോദിച്ചിട്ടുണ്ട്, ഇവിടെ അങ്ങനെ സർവേ വന്നിട്ടുണ്ടോ? ഒരു സ്ഥലത്തും ആരും പറഞ്ഞിട്ടില്ല ഇവിടെ സർവേക്ക് ആരെങ്കിലും വന്നു. ഇവർ എന്ത് അടിസ്ഥാനത്തിൽ സർവേ നടത്തുന്ന എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അല്ല, ആ സർവേകളെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. അതായത് നമ്മൾ നടത്തിയതുപോലെയല്ല. കാരണം നമ്മൾ കണ്ട പൾസ്, നമ്മൾ പോയി ഇറങ്ങിയ സ്ഥലങ്ങൾ, വീടുകൾ, കടകൾ, തോട്ടം തൊഴിലാളി മേഖലകൾ, ബസ് സ്റ്റാൻഡുകൾ, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ, പിന്നെ അങ്ങനെ ഇതിപ്പം നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ എന്ന് പറയുന്നത് CITUവിൻ്റെ കുത്തകയാണ്, നമ്മുടെ സർവേ ഫലത്തെ സ്വാധീനിക്കുമെന്ന്. പക്ഷേ അത് ഒരു തെറ്റായ ധാരണയാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാകും. അത് മാത്രമല്ല, പല ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളും നേരെ BMS-കാരാണെന്നാണ് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായ ഒരു കാര്യം. പല സ്ഥലങ്ങളിലും അല്ല, ഇത് മിക്സഡ് ആണ്. കാരണം നമ്മളൊരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഒരു 10 സാമ്പിൾ എടുക്കുമ്പം 3 പേർക്കും തുല്യമായിട്ട് വരുന്നുണ്ട്. സത്യമാണ്. അതാണ് അതിനകത്തെ ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഈ കുത്തക സീറ്റുകളുണ്ടല്ലോ, കുത്തക സീറ്റുകളിലെ കുത്തക പഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തുകളിൽ നമ്മൾ ചെന്ന് സർവേ എടുക്കുമ്പോൾ CPM-ൻ്റെ ഒരു പഞ്ചായത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ അടൂരിൽ പോയി, തെങ്ങമം, പഴകുളം, ആ ഒരു ഭാഗം, അത് CPM-ൻ്റെ ഒരു വലിയ ഏരിയയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത സർവേയിൽ BJPക്കാണ് മുന്നേറ്റം. ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിൽ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം ആറ്റിങ്ങലായിരുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പൊതുവെ പല പഞ്ചായത്തുകളിൽ ഞങ്ങൾ പോയിരുന്നു. അവിടെയൊക്കെ തന്നെ BJP സ്ഥാനാർത്ഥിക്കാണ് ഒരു ആളുകൾ സംസാരിച്ചത്. നമുക്ക് വോട്ടിട്ട ആർക്കും നമുക്ക് ഇനി വരുമ്പോഴേ അറിയാൻ പറ്റില്ലെങ്കിൽ പോലും പലരുടെ സംസാരത്തിൽ അവർ BJP അനുകൂലിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്കതൊരു പുതിയ അനുഭവമായിരുന്നു. നമ്മളൊരിക്കലും അത് എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. നമുക്ക് ഏരിയ തിരിച്ചറിയാം. നമ്മൾ എടുത്ത സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അറിയാം. ഇപ്പം ഇടുക്കിയിൽ ദേവികുളം മണ്ഡലത്തിൽ അവിടുത്തെ 3 പേരും രാജാക്കന്മാരാണ്. അതായത് A രാജ, F രാജ, S രാജേന്ദ്രൻ, 3 പേരും രാജാക്കന്മാരാണ്. അപ്പോൾ അവിടെ ഒരു പിന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഈ S രാജേന്ദ്രൻ വന്നതോടെ അവിടെ NDAയുടെ വോട്ട് വിഹിതം നന്നായി. 3 തവണ MLA, ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അതെ, അദ്ദേഹം NDAയിലേക്ക് വന്നതോടെ NDAയുടെ വോട്ട് വിഹിതം കൂടി. പിന്നെ ഏറ്റവും ഞങ്ങളെ കുഴപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരേ സമയം ഇൻട്രസ്റ്റിംഗ് വരുന്ന, അതേസമയം കഠോരവുമായിരുന്നു. എന്താണെന്നറിയാം, ഇടുക്കി ജില്ലയുടെ ഒരു മേഖല മുഴുവൻ തമിഴ് വംശജരായ തൊഴിലാളികൾ, അവർക്ക് മലയാളം. നിങ്ങൾ സർവേ കൊണ്ട് മലയാളത്തിലുള്ള പൂരിപ്പിക്കാൻ കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മളവിടെ കൊണ്ട് ഞാനും ഇതുപോലെ ഉടുമ്പൻചോലയ്ക്ക് ചെന്നിട്ട് ഒരു കടയിൽ ചെന്നു, ഒരു മലഞ്ചരക്ക് വ്യാപാരി, ഒരു കടയിൽ ചെന്നു. അപ്പം അതേ ഞങ്ങളെ കൗതുകത്തോടെ നമ്മൾ നോക്കുന്നുണ്ട്. കടയിൽ 2 പേരും ഇരിപ്പുണ്ട്. ഞാൻ അവിടെ ചെന്നിത് കൊടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഞാൻ പറഞ്ഞു, സർവേക്ക് വന്നതാണ്, ഇന്നതാണ്. കുറേ നേരം നോക്കി വെച്ചിട്ട് ഇയാൾ ഒറ്റയേറാണ്. ഇത് എന്താ, പിന്നെ തമിഴിലാണ് പറയുന്നത്, എന്താ മലയാളത്തൊക്കെ ഫയലുകൾ മലയാളം എഴുതിക്കൊണ്ട് വന്നേക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ, അണ്ണേ മലയാളത്തിൽ പറഞ്ഞു തരാം, വായിച്ചു തരാം. അപ്പോൾ ഇയാൾ കൊണ്ടുപോക്കുമെന്നും പറഞ്ഞ് ഇയാൾ ചൂടാകുകയാണ്. അപ്പം അതേസമയം ഞങ്ങൾ ഈ ദേവികുളത്തെ ഒരു മണ്ഡലത്തിൽ നമ്മൾ മൂന്നാറിലോട്ട് വരുന്ന വഴിക്ക്
പിന്നെ സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെരിയ കനാൽ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് തോട്ടം തൊഴിലാളികളെ. അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചു ഇതുപോലെ സർവേക്ക് വന്നതാണ് ഈ ഫോം. അപ്പോൾ അവർ പറഞ്ഞു മലയാളം അറിയത്തില്ല. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്തു ഇത് ഇന്നതാണ്, ഇത് LDF ആണ്, ഇത് UDF ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, രഹസ്യ ബാലറ്റാണ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ കുഴക്കിയ സാധനം മറ്റേ ഉപചോദ്യങ്ങൾ. ഉപചോദ്യങ്ങളിൽ ഇതേ അവസ്ഥ ഉണ്ടായി. ഞങ്ങളിപ്പോൾ കൊല്ലത്ത് ഞങ്ങൾ ഇരവിപുരത്ത് ഒരു കോസ്റ്റൽ ഏരിയയിൽ പോയി മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ളത്. അവർക്ക് പലർക്കും കൊടുത്തും അവർക്ക് തളിപ്പറമ്പ് വിഷയം അത് അനുഭവിച്ചത് അവർക്ക് ധാരണയില്ല. അപ്പം നമ്മൾ അവർക്ക് പലയിടത്തും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് സംഭവിച്ചത്. അല്ല, ഇത് പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഞങ്ങൾ 2 ചോദ്യാവലിയാണ് തയ്യാറാക്കിയിരുന്നത് ഈ സർവേക്ക്. അതെ, അത് ഒന്ന് മെയിൻ, നിങ്ങളുടെ ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും, LDF, UDF, NDA, മറ്റുള്ളവർ നോട്ട. അതുകൊണ്ടാണ് നിങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സർവേ ഫലം വന്നപ്പം നോട്ടായ്ക്കും മറ്റുള്ളവർക്കും ഇത്ര ശതമാനം വോട്ട് കൊടുത്തിരിക്കുന്ന ഏക സർവേ മറുനാടൻ്റെയാണ്. മറ്റുള്ളവർക്ക് ശ്രദ്ധിച്ചോ, അങ്ങനെ ഒരു വിഷയം അതിനകത്തില്ല. നമ്മൾ ഓരോ സ്ഥാനാർത്ഥിക്കും കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റുള്ളവർ, അതെ 2020 അല്ലാതെ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നുണ്ട്, അങ്ങനെയുണ്ട്. ഇതിനകത്ത് നമ്മളെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് നോട്ടായിക്ക് വലിയ വിഹിതമാണ് വന്നിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ധാരണയുണ്ട് യുവതലമുറ അതിലും താല്പര്യം അവർ നോട്ട അടിക്കുന്നതാണ്. അതിൽ തിരിച്ച് സംഭവിച്ചു. ചില അവർ പറഞ്ഞോണ്ട് ഞങ്ങളെടുത്ത് ഇത് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, ഇതിൽ ആർക്കും താല്പര്യമില്ലാത്ത ഏതാണെന്ന്, ആർക്കും വേണ്ടാത്തത് നോട്ട. അപ്പോൾ ഇതാണെന്ന് ചോദിച്ചു, അതിൽ പരസ്യമായിട്ട് ടിക്കറ്റ് മടക്കി ബോക്സിനകത്ത്. അപ്പൊ ഈ നമ്മൾ 2 ചോദ്യാവലി, ഒന്ന് ഈ മെയിൻ ചോദ്യാവലി, രണ്ടാമത്തെ ചോദ്യാവലി ഉപചോദ്യങ്ങളായിരുന്നു. 10 ചോദ്യങ്ങൾ. അതായത് കേരളത്തിലെ ഭരണത്തെ വിലയിരുത്തുന്നത് എങ്ങനെ, പിന്നെ NDAയുടെ പ്രവർത്തനത്തിൽ തൃപ്തരാണോ, UDFന്റെ പ്രവർത്തനത്തിൽ തൃപ്തരാണോ, അടുത്ത ജനകീയ നേതാവ് ആരാണ് എന്നൊക്കെ ചോദിച്ചുള്ള 10 ചോദ്യങ്ങളാണ്. ഈ 10 ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ വളരെയധികം സമയം എടുക്കുന്നു. അത് തന്നെ നമ്മുടെ സർവേയെ കുഴപ്പിക്കുകയും ചെയ്തു. ചില സ്ഥലത്ത് നമ്മൾ തന്നെ വായിച്ചിട്ട് അവരുടെ അഭിപ്രായം ടിക്കറ്റ് വാങ്ങുകയാണ് ചെയ്തത്. അപ്പം അതിനകത്ത് നമ്മൾ അല്ലാതെ ചില സ്ഥലങ്ങളിൽ കൊടുത്തതിനകത്തുനിന്ന് വന്ന ഒരു കമന്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനകത്ത് അടുത്ത ഏറ്റവും ജനപ്രിയ നേതാവ് ആരാ ഒരു ചോദ്യം ഉണ്ട്. ഞാൻ കൊടുത്ത ഒരു സംഭവത്തിനകത്താണ്. ഇപ്പൊ തിരിച്ചു വന്ന് നമ്മൾ ഈ അവസാനം വൈകിട്ട് ഈ ബാലറ്റ് പൊട്ടിക്കുമല്ലോ, പൊട്ടിച്ച് തരംതിരിക്കുമ്പോൾ ഇത് കണ്ടു ഇവന്മാരൊന്നും വന്നുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് ഒരാൾ എഴുതിയിരിക്കുകയാണ്. രസകരമായ അതല്ല, ഇതില് ഞാൻ കണ്ട അനുഭവം, ഇതിൽ ഏറ്റവും അവസാനത്താണല്ലോ ജനകീയ നേതാവാരാണ്. പിണറായിയുടെ പേരുണ്ട് കൂട്ടത്തിൽ. ഒരാളുടെ അടുത്ത് നിങ്ങൾ എന്ത് നേരത്തിൽ ഇയാളെ പേര് കൊടുത്തതെന്ന് അയാൾ സീരിയസ് ആയിട്ട് സംസാരിക്കുക, തമാശക്കല്ല, പുള്ളി സീരിയസ് ആയിട്ട് നിങ്ങൾ എന്തരത്തിൽ ഈ പേര് കൊടുത്തത്, സംസ്ഥാന മുഖ്യമന്ത്രിയല്ലേ, പേര് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ഈ ആറന്മുള മണ്ഡലത്തിലാണ് കുറിച്ചിമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത്, ആറന്മുളയ്ക്ക് അടുത്തൊരു സ്ഥലമാണ്. അവിടെ ഇരുന്നൊരു വല്യമ്മ, ഞങ്ങളിങ്ങനെ ഒരു കടയിൽ കയറി വെള്ളമൊക്കെ കുടിക്കാമെന്ന് വെച്ചാൽ ഞങ്ങളോട് എന്തിനു വന്നാണ് ഇങ്ങനെ ഇതാണ് പറയുന്നത്. അപ്പോൾ ഈ വല്യമ്മ അവിടെ ഇരുന്നുകൊണ്ട് ഈ പതുക്കെ പിണറായിയെ വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അമ്മച്ചി ക്യാമറയുടെ മുന്നിൽ പറയാമെന്ന് ജസ്റ്റിനും ചോദിച്ചു. അപ്പോൾ പിന്നെന്താ, എനിക്ക് ഒരുത്തനെയും പേടിയില്ല, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊരു സംഭവം എടുത്തിട്ടുണ്ട്. പിണറായിയെ ഊടുപാട് പുള്ളിക്കാരി ചീത്ത വിളിക്കുകയാണ്. ഈ സാധനം നമ്മളെ ഫേസ്ബുക്കിൽ 1 മില്യൺ മേൽ വ്യൂ വന്നു കഴിഞ്ഞു ആ സംഭവത്തിന്. അത് വളരെ രസകരമാണ്. അത് പുള്ളിക്കാരിക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതേ വിഷയത്തിൽ ഇങ്ങനെയുള്ള കക്ഷികളല്ലോ നിങ്ങൾ പോയിടത്തുണ്ടായിരുന്നു. പിന്നെ എത്രയോ പേര് പലരും ഇതാണ് ചോദിച്ചത്, എന്നെ പൊട്ടിത്തെറിച്ചാണ് പുള്ളി ചോദിച്ചത് ഈ പേരെ കിട്ടിയുള്ളത് നിങ്ങൾക്ക് വയ്ക്കാനാണ്. പക്ഷേ ഇതിൽ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനത് കഴിഞ്ഞ ന്യൂസ് ടോക്കിലും പറഞ്ഞതാണ്, നമ്മൾ ശരിക്കും വട്ടം ചുറ്റിച്ചൊരു കാര്യം, ആറ്റിങ്ങൽ വർക്കല ചിറയൻകീഴ് ഈ മണ്ഡലങ്ങളെ പുനർവിഭജനം നടത്തിയോണ്ടല്ലോ, ഇതെങ്ങനെയാണെന്ന് ഒരു എത്തുപിടിയില്ല. കാരണം ഒരു ജംഗ്ഷനിൽ ആദ്യത്തെ ഒരു 2-3 വീട് CPM ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക മണ്ഡലമായിരിക്കും, അതിൻ്റെ അപ്പുറത്തുള്ള വേറെ മണ്ഡലമായിരിക്കും. ഒരു പിടിയും കിട്ടുന്നില്ല ഇത് എങ്ങോട്ട് പോകണമെന്നുള്ള. അപ്പം നമ്മൾ ആരോട് ചോദിക്കും, നിങ്ങൾ ഈ മണ്ഡലത്തിലെ വോട്ടറാണോ, ഇത് മണ്ഡലമാണോ ചോദിക്കുമല്ലോ. വർക്കലെത്തിയപ്പോൾ വർക്കലയിലോട്ട് പ്രവേശിച്ച് കല്ലമ്പലം കഴിഞ്ഞ് കുറച്ച് പേര് ചെന്നപ്പോൾ ഞെക്കാട് അവിടേക്ക് എത്തിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, ഇത് രണ്ട് മണ്ഡലമാണെന്നുള്ളത്. ചിലത് പിന്നെ ആറ്റിങ്ങലോ ചിറങ്ങര ഏതൊക്കെ വരുന്നുണ്ട്. അവസാനം എന്തായാലും വർക്കല ചെന്ന് എൻ്റെ കൂടെ പഠിച്ച ജ്യോതി ഉണ്ട്, ജ്യോതി ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്നു. പുള്ളിക്ക് നല്ല വർക്കലയെക്കുറിച്ച് വർക്കല ചിറങ്ങര നല്ല ധാരണയുള്ള ആളാണ്. ഞാൻ ജ്യോതിനെ പിടിച്ചത് കൃത്യമായിട്ട് വഴി ചോദിച്ച് ഏതിലാണ് അപ്പം ആ റൂട്ട് പറഞ്ഞു തന്നു, അത് വെച്ച് പിടിച്ചു. എന്നിട്ട് പോലും കൺഫ്യൂഷനാണ് ഇത് എവിടെയാണെന്നുള്ളത്. ഈ പുനർനിർണയത്തിന് ശേഷം അങ്ങനെ ചില വിചിത്രമാണ് ഈ വിചിത്രമാണെന്ന് മാത്രമല്ല, അത് LDFന് അനുകൂലമായിട്ട് ലിസ്റ്റ് അനുസരിച്ച് എഴുതി കൊടുത്തതിന് അടിസ്ഥാനത്തിലാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാരെ അവിടെ ഉഴപ്പിയതാണ് സംഭവം. അവർ ഇത് കണ്ടിട്ടില്ല. ഈ ഞങ്ങളിങ്ങനെ പോയ വഴിക്ക് ചുങ്കപ്പാറ എന്ന സ്ഥലത്ത് ചെന്നപ്പം നമ്മൾ മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയാണ്, നമ്മൾ മനഃപൂർവ്വം പോയതാണ് അവിടെ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റാന്നി മണ്ഡലത്തിന്റെ ഭാഗമാണ്.
ആ മണ്ഡലത്തിൻ്റെ സർവേ പൂർണ്ണമാണെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളും വരണം. അപ്പോൾ പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളുണ്ട്, നായന്മാരുണ്ട്, ഈഴവരുണ്ട്, അതുപോലെ ദളിത് വിഭാഗങ്ങളുണ്ട്, പിന്നോക്കക്കാരുണ്ട്, അതിലൊക്കെ ഉപരിയായിട്ട് മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചുങ്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പം നമ്മളിത് ഫോം കൊടുക്കുന്നു, ഒരാൾ പൂരിപ്പിച്ചിട്ടതിന് ശേഷം പുള്ളി പതുക്കെ നമ്മുടെ വണ്ടി എടുത്തോട്ട് വന്നിട്ട് നമ്മളെ മറുനാടനെ പുള്ളി വിമർശിക്കുകയാണ്. ഷാജൻ സ്കറിയ തീർത്തും ഇങ്ങനെയാണ്, അദ്ദേഹം വർഗീയവാദിയാണ്, പുള്ളി ഭയങ്കര പൊളിറ്റിക്കൽ ഇസ്ലാം എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അല്ലേ വിമർശിക്കും? ഇല്ല, എല്ലാ ഇസ്ലാമും പൊളിറ്റിക്കലാണ്. അല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമും സാധാ ഇസ്ലാമും ഒന്നുമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാലേ പൊളിറ്റിക്കലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത്രയും കട്ടി പറഞ്ഞുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പോയിന്റ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞു, ബൈറ്റ് തരുന്നു, ഞാൻ ക്യാമറ തരട്ടെ എന്ന് ചോദിച്ചു. അല്ല, അത് വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പറയാനുള്ള, നിങ്ങൾക്ക് മറുനാടനെതിരെ പറയാനുള്ള എല്ലാ കാര്യവും ഞങ്ങൾ കൊടുത്തേക്കാം, ഇത് ഞങ്ങൾക്ക് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ചേട്ടാ, പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ നിങ്ങളുടെ ഒരു അറിവിന് പറഞ്ഞുള്ളൂ, അത്രേ ഉള്ളൂ. പുള്ളി നമ്മളോട് എസ്കേപ്പ് ചെയ്യാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ വിശദീകരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം മുഴുവൻ പൊളിറ്റിക്കലാണ്, ഇസ്ലാമിലേക്ക് വരുന്നവർക്ക് ഇപ്പം ദളിതനാണെങ്കിൽ പോലും അവരെ ഇമാം വരെ ഞങ്ങളാക്കും, അതേസമയം നിങ്ങൾക്ക് ക്രൈസ്തവരുടെ അടുത്തേക്ക് പോയ ദളിത് ക്രൈസ്തവർ എന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തത്തില്ലേ, ഹിന്ദുക്കളുടെ ഇടയിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അപ്പം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് മുഖത്ത് വിസ്തരിച്ചു. അപ്പം നമുക്ക് ആ സംഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കൊടുക്കേണ്ടതാണല്ലോ. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മറുനാടൻ വിരുദ്ധനാണ്. വിരുദ്ധനെന്നല്ല പുള്ളി പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോയും കാണുന്ന ആളാണ്, പക്ഷെ നിങ്ങളുടെ ഈ ഷാജൻ നിലപാടിനോട് യോജിപ്പില്ല, അദ്ദേഹം പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൊടുക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് കൊടുക്കാം. എനിക്ക് വേറെ അത്ഭുതകരമായി തോന്നിയൊരു കാര്യം, നഗരങ്ങളെക്കാളും നാട്ടിൻപുറങ്ങളിലുള്ള ആളുകൾ, സ്ത്രീകൾ സർവേയിൽ പങ്കെടുക്കാൻ അവർ സജീവമായ താല്പര്യം കാണിക്കും. നമ്മൾ പലപ്പോഴും കരുതും ഈ സ്ത്രീകളായ ഇല്ല പൊയ്ക്കോ എന്ന് പറയുന്നു, പക്ഷെ അങ്ങനെയല്ല. മാത്രമല്ല, ഈ ക്വസ്റ്റനെയർ പലയിടത്തും ഈ 10 പൂരിപ്പിച്ച് തന്നിട്ടുള്ളത് സ്ത്രീകളാണ്. അവരിങ്ങനെ സാവകാശം അവർ നോക്കുന്നതാണ്. ചില ആണുങ്ങളൊക്കെയാണെങ്കിൽ കണ്ടോടെ 1-2 ടിക്കറ്റ് മടക്കിയും കിട്ടും, നമുക്കിനെ കൂടുതൽ ചെയ്യാൻ പറയാനും പറ്റില്ല. അതല്ലെങ്കിൽ അവർ തരും, അതിനെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷേ ഈ സ്ത്രീകൾ, അവർ കടകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അത് കൃത്യമായിട്ട് അവർ ഫില്ല് ചെയ്യുകയും ഞങ്ങൾ ചിലയിടത്തൊക്കെ ചില സ്ത്രീകൾ ഞങ്ങളോട് വളരെ കൃത്യമായിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നി, കേരളത്തിലെ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം എല്ലാം കൂട്ടണം. കാരണം അവർ പൊളിറ്റിക്കലി അവർ അവയർനെസ് ഉള്ളത് തന്നെയാണ് കേരളത്തിലെ വലിയ സ്ത്രീകൾ. അങ്ങനെ തെറ്റിദ്ധാരണ രാഷ്ട്രീയക്കാർക്ക് സ്ത്രീക്ക് രാഷ്ട്രീയം എന്ന് അറിഞ്ഞുകൊണ്ടാണ്. വളരെ വ്യക്തമായ ധാരണയുള്ളവർ തന്നെയാണ് കേരളത്തിലെ സ്ത്രീകൾ, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പക്ഷേ ഇതിന് നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ഒരു വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം, അതിഭീകരമായ ഭരണവിരുദ്ധ വികാരമാണ്. അതിനേക്കാൾ വലിയ പിണറായി വിരുദ്ധ വികാരം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുണ്ട്, അതുപോലെ തന്നെ പിണറായി വിരുദ്ധ വികാരമുണ്ട്. നല്ല ഒരു തരംഗം വന്നാൽ 100 സീറ്റിന് മേളിൽ കോൺഗ്രസ് UDF ഇവിടെ നേടിയെടുക്കും. അത് ജയിക്കുമെന്ന് കരുതി. ഇപ്പം ഇടുക്കി മണ്ഡലം തൂത്തുവാരും, ഇടുക്കി ജില്ല മണ്ഡലം അല്ല, ഇടുക്കി ജില്ല തൂത്തുവാരും. പത്തനംതിട്ട ജില്ലയും തൂത്തുവാരലിൻ്റെ അറ്റത്താണ് നിൽക്കുന്നത്. 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് നമുക്ക് സംശയമുള്ളത്. അത് പക്ഷേ അതിനകത്ത് പത്തനംതിട്ട ജില്ലയിൽ ഒരു മണ്ഡലം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കോന്നി മാത്രമാണ് CPM-ന് കിട്ടാൻ സാധ്യതയുള്ളത്. നമ്മളൊരു വിലയിരുത്തൽ കൊല്ലത്ത് കഴിഞ്ഞ ഒരു സീറ്റ് കിട്ടാത്ത അവസ്ഥയായിരുന്നല്ലോ. അതെ, ഇത്തവണ അതിലൊരു മാറ്റം വരും. കൊല്ലത്ത് കുണ്ടറ ഉണ്ടായിരുന്നല്ലോ, കുണ്ടറയും കരുനാഗപ്പള്ളി. കഴിഞ്ഞ വിഷ്ണുനാഥ് മാത്രമേ ജയിച്ചു. കരുനാഗപ്പള്ളി ഉണ്ട്, 2 സീറ്റ്. ഇത്തവണ അത് കൂടും. ചടയമംഗലമൊക്കെ ജയിക്കുന്ന, ചടയമംഗലത്തിനൊക്കെ ആ ഒരു ലീഡ് നേടിയിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യത. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒരു കിഴക്കൻ മേഖല എടുക്കുമ്പോൾ തന്നെ LDF-ന് തന്നെയാണ് അവിടെ മുൻതൂക്കമുള്ളത്. നമ്മൾ ഈ സർവേ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ അന്തിമ റിസൾട്ടിലേക്ക് വരുന്നത്. പക്ഷേ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയതും നമുക്ക് വോട്ട് ചെയ്തവരും നമ്മളോട് പേഴ്സണലായിട്ട് പറഞ്ഞവരും ഒക്കെ വെച്ചിട്ട് ഒരുപാട് CPM-കാർ, ഞാൻ എവിടെ ഉടുമ്പൻചോലയിലാണോ ദേവികുളത്താണോ ഒരു CPM-കാരനാണ് പറഞ്ഞു, സാറേ ഞാനൊരു CPM-കാരനാണ്, ഞാൻ CPM-കാരനാണ്, പക്ഷേ ഞാൻ ഇക്കുറി വോട്ട് ചെയ്യില്ല CPM-ന്, തുടർഭരണം ഇവിടെ വേണ്ട, ഈ പാർട്ടി ഇല്ലാതായിപ്പോ. ഞങ്ങളുടെ അടുത്ത് പലരും പറഞ്ഞു. ആ കൂട്ടത്തിൽ വളരെ വിചിത്രമായി തോന്നിയൊരു കാര്യം, ഒരിടത്ത് കൊട്ടാരക്കര മറ്റാണെന്നാണ് ഒരു BJP ഒരാളാണ്, അദ്ദേഹം കാവ്യണ്ട കൊടുത്ത് കയ്യിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞു, പെട്ടിയിട്ടിട്ട് പറഞ്ഞു, ഞാൻ BJP-കാരൻ തന്നെയാണ്, പണ്ട് പോലെ BJP-ആണ്, പ്രായമുള്ള മനുഷ്യനാണ്, പക്ഷേ ഇത്തവണ ഞാൻ BJP-ക്ക് വോട്ട് ചെയ്യില്ല. കാരണം എന്താണ്? ഡീൽ അല്ല 2020 ഇത് ആരാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ പ്രവർത്തിക്കാൻ സ്ഥാനത്തെ ആളെ കിട്ടാത്തവണ ഇയാൾ ആരെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. പല സ്ഥലങ്ങളിലും ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ 2020 സ്ഥാനാർത്ഥികളെ കുറിച്ച് ആളൊക്കെ ഒരു ധാരണ. റാന്നിയിലൊരു കക്ഷിയുണ്ട്, പുള്ളിക്ക് ആദ്യം ശബരിമല വിഷയം എന്താണെന്ന് അറിയാം. പുല്ലൂരും 2020 പലർക്കും ഇത് ആളാരെന്ന് പോലും അറിയില്ല. അത് പറയുമ്പോൾ നമ്മൾ പറയണം, ഉന്നത നാട്ടിൽ പോലും 2020ക്ക് വലിയ സ്വാധീനം നമ്മൾ കാണുന്നില്ല. കാരണം
അവിടെയും UDF-ന്റെ ഒരു വലിയ മുന്നേറ്റമാണ് കാണുന്നത്. സജീന്ദ്രൻ നേരത്തെ 2 തവണ MLA ആയിരുന്ന ആളാണ്. അതെ. അദ്ദേഹം കഴിഞ്ഞ തവണ മാത്രമാണ് പരാജയപ്പെട്ടത്. അത് കഴിഞ്ഞ തവണ ആ ഒരു തരംഗത്തിൽ പോയതാണ്. പിണറായി തരംഗം വന്ന് തോറ്റു. അത് പക്ഷേ നല്ലൊരു- ഇത്തവണ ഈ സംഭവിക്കാൻ പോകുന്നത് പിണറായിയെ മാറ്റി ഒരു നേതാവുമായിട്ട് CPM ഒരു പക്ഷേ LDF രംഗത്തിറങ്ങിയിരുന്നെങ്കിൽ ഭരണം തിരിച്ച് കിട്ടിയേനും തുടർഭരണം കിട്ടിയേനും. പിണറായിയാണ് ജനത്തിന് താല്പര്യമില്ല. അതാണ് കാര്യം, അതാണ് പോയിന്റ്. പിണറായി വിരുദ്ധതയാണ്, അല്ല LDF വിരുദ്ധതയൊന്നുമല്ല. പലരും പറയുന്നത് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടി, ഞങ്ങൾക്ക് കുറെ ഒരുപാട് പുരോഗമനപരമായ ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നതൊക്കെ ആൾ പറയുന്നുണ്ട്. പിണറായി ആർക്കും ഇഷ്ടമാണ്. അത് ഞങ്ങൾക്ക് ഇയാളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണെന്നാണ് 100%. അതൊരു വളരെ വിചിത്രമാണ്. മാത്രമല്ല നമ്മൾ ഈ ഒരു സർവേക്ക് പോയ കൂട്ടത്തിൽ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, നിങ്ങൾക്കും അത് പറയാമായിരിക്കും. നമ്മൾ കൊണ്ടുവന്ന ടീം ഉണ്ടല്ലോ, അവർ നല്ല ടീമായിരുന്നു. ഈ ടീമിൽ ഒരാൾ കുഴപ്പക്കാരനായി നമ്മൾ മൊത്തം പരിപാടി. എൻ്റെ കൂടെ വന്ന ബിനോയ്, നമ്മുടെ ഓഫീസിൽ തന്നെയുള്ള സെൽവിൻ, അതുപോലെ ലാലു, അഖില്, ഇവരെല്ലാവരും അവർ വളരെ സജീവമായി പ്രവർത്തിച്ചു. അപ്പൊ എനിക്ക് ശരിക്കും 2 ടീമിനെ ഞാൻ കൊണ്ടുപോയാൽ പോയി എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യത്തെ ഒരു 5 ദിവസം 6 ദിവസം എൻ്റെ മോൻ, എൻ്റെ പേര് വിഷ്ണു, അവൻ കുട്ടിക്കാരൻ മരിയങ്കോളയിൽ പഠിക്കുകയാണ്, ഫസ്റ്റ് ഇയർ BCom പഠിക്കുക. അവൻ്റെ 2 കൂട്ടുകാർ, ഒരു ഫിലിപ്പും വന്നു, ഒരു അദിത്ത് നായർ എന്ന് പറയുന്ന 3 പേരും. ഈ 3 പേരും പത്തനംതിട്ട ഇല്ലേ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ റൂം ഒന്നും എടുത്തില്ല, നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങ് താമസിക്കുന്നത്. അപ്പോൾ വെളുപ്പകാലത്ത് നമ്മളങ്ങ് ഇറങ്ങും. ഇവന്മാരെല്ലാം ഇങ്ങനെ, നമുക്ക് ഈ പ്രായത്തിൻ്റെ ഇതായിട്ടുള്ള അസ്കിതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരിത് ഓടി നടന്ന കാര്യങ്ങളെല്ലാം കൈകാര്യം. പൊരിവെയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിച്ച ജില്ലയാണ് പത്തനംതിട്ട. അവിടെയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്പെഷ്യൽ അസൈൻമെൻ്റ് ആയിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഒരു ദിവസം ഉച്ചയ്ക്കോടെ അടൂരും എടുത്ത് പത്തനംതിട്ടയിലെ കവർ ചെയ്തിട്ട് അന്നേരം വണ്ടി വിട്ട് ഞാനും ജസ്റ്റിനും കൂടെ, അപ്പോൾ ഈ പിള്ളേർക്ക് പോകണമായിരുന്നു നമ്മുടെ നേരത്തെയുള്ള. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഇവിടെ ചെന്നു. എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് നമ്മുടെ ജിത്തു ആൽഫ്രഡും വൈശാഖും കൂടി വന്നു ഡെസ്കിൽ നിന്ന്. പിറ്റേന്ന് എന്തായാലും അവർ വന്നുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു അല്പം റിലാക്സേഷൻ ഉണ്ട്. കാരണം ഞങ്ങളാകെ മടുത്തിരിക്കുകയാണ്. കാരണം വെയിൽ കൊള്ളുന്നു, ഉറക്കം ശരിയാവുന്നില്ല, നമ്മൾ മൊത്തത്തിലൊരു പ്രശ്നമായിരുന്നു. എന്തായാലും നമ്മുടെ കൂടെ സഹകരിച്ച ടീമിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അതുപോലെ ഒപ്പം തന്നെ നമ്മൾ പറയണം, നമ്മുടെ കൊച്ചി ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും കാസർഗോഡാണെങ്കിലും നമ്മുടെ ഇവിടുന്ന് അമൽ രുദ്രാന്റെ ടീമാണ് വയനാട് പോയത്. അവർ പെട്ടെന്ന് അത് തീർത്തു. ഈ പറഞ്ഞ പോലെ തന്നെ അമൽ രുദ്രയ്ക്കും അഖിൽ ക്യാമറാമാൻ അവരുടെ ആ ടീമും അവിടുത്തെ തീർത്തിട്ട് ഇവിടെ വന്ന് വീണ്ടും ഇവിടെ തിരുവനന്തപുരം കൂടെ മണ്ഡലം എടുക്കേണ്ടി വന്നു. അത് കാരണം നമ്മൾ നേരത്തെ തീർന്നുകൊണ്ട്. അതുപോലെ നിഹാല് കോഴിക്കോട് നിന്നും ബുർഹാൻ കാസർഗോഡ് നിന്നും എല്ലാ ആൾക്കാരും അതിനൊപ്പം ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പഴയ എഡിറ്റർ റിജു ആണല്ലോ ഇതിന്റെ അന്തിമ ടാബുലേഷൻ നടത്തി, ഇത് കാൽക്കുലേഷൻ നടത്തി ഒരു ഇതിലേക്ക് എത്തിച്ചത്. എന്തായാലും വലിയൊരു അനുഭവമായിരുന്നു മറുനാടന്റെ സർവേ. മറക്കാനാവാത്തൊരു അനുഭവമാണ് ജീവിതത്തിൽ. ഈ സർവേ നടത്താതെ ഫലം പ്രഖ്യാപിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇതിന് ദയനീയമെന്നേ പറയാൻ കഴിയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഇറങ്ങിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ്. ഞങ്ങളിപ്പോൾ നടത്തിയ സർവേ ഫലം പൂർണ്ണമാണെന്നോ ഇതുപോലെ തന്നെ ശേഷം ഫലം വരുമെന്നോ ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എല്ലായിടത്തും പോകാനൊന്നും ആർക്കും കഴിയില്ല. പക്ഷേ ഒരു ഭരണവിരുദ്ധ വികാരം തിരിച്ചറിയാൻ ഇത് മതി, അത്രയേ ഉള്ളൂ.